ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പതിവ് ഡയലോഗിൽ നിന്ന് തന്നെ ഉറങ്ങാം. കുറേ ദിവസമായി കണ്ടിട്ട്, കുറേ ദിവസം വീഡിയോ ചെയ്തില്ല. പക്ഷേ ഇത്തവണ ഞാൻ മടി മാത്രം കാരണമല്ല, എനിക്ക് കുറച്ച് വർക്കും കുറച്ച് യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് എക്സൈറ്റിംഗ് എലമെൻറ്റ്സ് ഒക്കെ നടന്നു. അതൊക്കെ പറ്റുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇപ്പം ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എങ്ങനെ പോയി നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ എന്ന് അനലൈസ് ചെയ്യാനാണ്. അനാലിസിസ് ഇപ്പം ടർക്കിഷ് വിൻഡോസ് ഇപ്പോഴും ക്ലോസ്ഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഏകദേശം എന്താ പറയുക സെറ്റിൽഡാണ്. സാൻജോയും ഒനാനയും കൂടെ പോയതോടുകൂടി നമ്മുടെ വിൻഡോ ഏകദേശം സെറ്റിൽഡാണ്. എന്തായാലും ഒരു മിഡ്ഫീൽഡർ വരില്ല എന്ന് ഉറപ്പായി. അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക റേറ്റിംഗ് എന്നൊന്നും പറയുന്നില്ലെങ്കിലും നമ്മുടെ സൈനിങ്സ് എങ്ങനെ ആവാം, ഒരു ഗട്ട് ഫീലിങ്ങും പിന്നെ നമ്മുടെ അമോർമിൻ്റെ ടാക്ടിക്സിൽ എങ്ങനെ ഇവരെല്ലാം ഒത്തുപോകും എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഇതിൽ നമുക്ക് ആദ്യം ട്രാൻസ്ഫേഴ്സ് ഇന്നിലേക്ക് വരാം. അതായത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഡിപ്പാർച്ചേഴ്സും അതായത് നമ്മുടെ ക്ലബ്ബ് വിട്ട് പോകുന്നതും ക്ലബ്ബിലോട്ട് വാങ്ങുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്രാൻസ്ഫർ വിൻഡോനെ അനലൈസ് ചെയ്യാനും അതിനെ റേറ്റ് ചെയ്യാനും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തവണ ട്രാൻസ്ഫർ വിൻഡോ വാസ് ഡീസൻറ്റ്. 1-2 പോയിൻറ്റ്സ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഡീസൻ്റ് ആയിരുന്നു. നമ്മൾ ഒരുപാട് ഡെഡ് വുഡ്സിനെ ഒഴിവാക്കിയിട്ടുണ്ട്, ഒരുപാട് പാരസൈറ്റ്സിനെ ഒഴിവാക്കിയിട്ടുണ്ട്. സോ അറ്റ്ലീസ്റ്റ് അതായത് വലിയ ലാഭത്തിലൊന്നും അല്ലെങ്കിൽ നമ്മൾ ക്ലബ്ബിൽ നിന്ന് ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കിയിട്ടുണ്ട്. സോ അതാണ് ഇപ്പോഴത്തെ ഒരു സമ്മറി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളൂ. ഇപ്പം ഇതിലാണ് നമ്മൾ വാങ്ങിയ പ്ലേയേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് വിത്ത് മത്യാസ് കുഞ്ഞ, നമ്മൾ ഡെഡ് ലൈൻ അതായത് നമ്മുടെ ട്രാൻസ്ഫറിൻ്റെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ മേടിച്ചൊരു പ്ലെയർ വൂൾസിൽ നിന്ന് 62.5 മില്യൺ പൗണ്ട്സിനാണ് അപ്രോക്സിമേറ്റ്ലി വൂൾസ് നമുക്ക് പുള്ളിയെ വിട്ട് തന്നത്, വിച്ച് ഈസ് എ ഗുഡ് നെഗോഷിയേഷൻ. എനിക്ക് കുഞ്ഞിയെ നമ്മൾ ഓവർ ചെയ്തതായിട്ട് തോന്നുന്നില്ല. പുണ്യ എന്ന് പറയുന്നത് അമോർമിൻ്റെ സിസ്റ്റത്തിൽ പറ്റിയൊരു പ്ലെയറാണ്. നമ്മുടെ കളികൾ കണ്ടു വെച്ചിട്ട് ഇപ്പോൾ ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിട്ടുണ്ട്. ഹാംസ്ട്രിങ് ഇഞ്ചുറി കുറച്ച് സീനാണ്. പക്ഷേ കളി ഇതുവരെ കളിച്ച് വെച്ചിട്ട് അമോർമിൻ്റെ സിസ്റ്റത്തിൽ നന്നായിട്ട് മാച്ച് ചെയ്യുന്നതും ബോൾ ക്യാരിങ് എബിലിറ്റി ഉള്ളതും കഴിഞ്ഞ സീസണിൽ 15ഓളം ഗോൾ അടിച്ച് ഓൾ ടൈം പ്രീമിയർ ലീഗ് ഇറയിലെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ബ്രസീലിയൻ എന്ന ഖ്യാതി ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ കൂടെ ഒപ്പിച്ച ആളാണ് മത്യാസ് കുഞ്ഞ. അപ്പോൾ അയാൾക്ക് ഒരു 62.5 മില്യൺ പൗണ്ട് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഓൾറെഡി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലേറ്റഡ് ആണ്. ചുമ്മാ ഉള്ള ബാങ്ക് ആവറേജ് പ്ലെയേഴ്സ് അടക്കം 50 മില്യൺ പോകുന്ന ഒരു കാലമാണിത്. അപ്പം പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ വരുന്നു. സ്ട്രൈക്കർ എന്നല്ല, അവന് മൾട്ടിപ്പിൾ പൊസിഷൻസ് കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ബോൾ ക്യാരിങ് എബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ്. ഒരു നല്ല പോലെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ, നല്ല പോലെയൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഒരു താലിസ്മാനിക് ഫിഗർ ആവാൻ പറ്റുന്നൊരു പ്ലെയറാണ് കുഞ്ഞ്. പിന്നെ ഗ്രിംസ്ബി ടൗണിൻ്റെ കൂടെയൊക്കെ പെനാൽറ്റി മിസ്സാക്കിയെന്നൊന്നും പറഞ്ഞിട്ട് ഒരാളെ ചുമ്മാ ഈ ട്രോളന്മാർ ട്രോളെന്ന് വെച്ചിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാം. നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ഗോൾസിലൊന്ന് നോക്കുക. അപ്പോൾ സെക്കൻഡ് അപ്പോൾ വന്ന് പറയുന്ന ആളാണ് ബ്രയൻ എംബോമോ. എംബോമോയുടെ ആയിരുന്നു ഏറ്റവും ആൾക്കാർക്ക് പ്രശ്നം. എംബോമോനെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ സ്പെൻഡ് ചെയ്ത് മണ്ടന്മാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെച്ച്. എംബോമോ 20 ഗോൾസാണ് കഴിഞ്ഞ സീസണിൽ അടിച്ചിട്ടുള്ളത്. 20 ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ആ ഫീറ്റ് അച്ചീവ് ചെയ്യുന്നതെന്ന് നോക്കുക. 20 ഗോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവൊന്നുമില്ല പ്രീമിയർ ലീഗിൽ. അതും ബ്രെൻഫോർഡ് എന്ന് പറയുന്ന ടീമിൽ വെച്ചിട്ടാണ് ഇത്രയും സ്കോർ ചെയ്തത്. ഞാൻ കളി കാണാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ കൗണ്ടർ അറ്റാക്കിംഗ് ടീംസ് ആയിക്കോട്ടെ, ട്രാൻസിഷനിലാവുന്ന ആയിക്കോട്ടെ, നല്ല രീതിയിൽ സ്വന്തമായി ഗോൾ അടിക്കുകയും ചെയ്യും, കൗണ്ടർ പാർട്സിന് ഗോൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. യോൻ വിസയും എന്താ പറയുക യോൻ വിസ എന്ന് പറയുന്ന സ്ട്രൈക്കറും കെവിൻ ഷാഡെ എന്ന് പറയുന്ന പ്ലെയറും ബ്രയൻ എംബോമും 3 പേരും കഴിഞ്ഞ പ്രാവശ്യം 10 ഗോളിന് മേലെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ അടിച്ചിട്ടുള്ള വേറെ ഒറ്റ ടീമെന്ന് എനിക്ക് തോന്നുന്നത് ഈസ്റ്റ് ബയൺ മ്യൂണിക്. 3 പ്ലെയേഴ്സ് 10+ ഗോൾ അടിച്ചിട്ടുള്ളതിൽ. സോ ബ്രെൻഫോർഡിലെ ഒരു പ്ലേ മേക്കർ കം താലിസ്മാനിക് ഫിഗർ ആയിട്ടുള്ള പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയറിന് 65 മില്യൺ പൗണ്ട് ഇൻ ദിസ് ഇൻഫ്ലേറ്റഡ് മാർക്കറ്റ് വെയർ മധുവയ്ക്കൊക്കെ 60 മില്യൺ അടുപ്പിച്ചൊക്കെ പോകുന്നെങ്കിൽ അത് ഒരിക്കലും ഓവർ പേയിങ് അല്ല. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ ലോജിക്ക്. സോ കൂടെയുള്ള പ്ലെയർ അടക്കം നന്നായിട്ട് ഇമ്പ്രൂവ്ഡ് ആവുന്നുണ്ട്, വിസ ആയാലും ഷാഡൊക്കെ ആയാലും. സോ അതിപ്പോൾ തോമസ് ഫ്രാങ്കിൻ്റെ സിസ്റ്റത്തിനെ നമ്മൾ എന്താ പറയുക ഒട്ടിക്ക് കൊടുക്കണം. പക്ഷേ സ്റ്റിൽ ബ്രയൻ എംബോമോ ഹാസ് ബീൻ ഡൂയിങ് ദിസ് ഫോർ 2 സീസൺസ് കണ്ടിന്യൂസ്ലി. അതിന് മുന്നേ അവൻ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 സീസണിലാണ് ബ്രയൻ എംബോമോ നന്നായിട്ട് ഗോൾ ഔട്ട്പുട്ട്സ് ഒക്കെ ഉണ്ടാക്കിയത്. പിന്നെ മാത്രമല്ല ഇവാൻ ടോണി ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് ഷാഡോ ആയിപ്പോയെങ്കിലും ഇവാൻ ടോണിക്കും ഇവൻ ഒരുപാട് എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ബ്രയൻ എംബോമോ ഈസ് എ വെരി ഗുഡ് ബൈ അക്കോർഡിംഗ് ടു മീ. രണ്ടാമത്തെ പിന്നെ 25 വയസ്സേ ഉള്ളൂ. പിന്നെ മെയിൻ ആയിട്ടുള്ള നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയോഗോ ലിയോൺ. നമ്മൾ ജനുവരിയിലെ കംപ്ലീറ്റ് ചെയ്ത സാധനമാണ്, ട്രാൻസ്ഫറാണ്. അവൻ ഇപ്പോഴാണ് വന്ന് ജോയിൻ ചെയ്തത്. ഡിയോഗോ ലിയോണെ കുറിച്ചൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാറായിട്ടൊന്നുമില്ല. കാര്യം പുറത്തുനിന്ന് വരുന്നൊരു പ്ലെയറാണ്, ഒരു പരാഗ്വൻ പ്ലെയറാണ്. സൗത്ത് അമേരിക്കൻ ലീഗ്സിൽ കളിക്കുന്ന ഒരു പ്ലെയറായിരുന്നു. അത്ര പ്രായമൊന്നുമില്ല, 18 വയസ്സോ 19 വയസ്സോ. പക്ഷേ അവൻ്റെ പ്രായത്തിനൊത്ത ശരീരമൊന്നുമല്ല, നല്ല ഘടാഘടിയനാണ്, നല്ലപോലെ ബോഡിയൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഒബ്വിയസ്ലി ഉണ്ടാവും, ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടാവും. അവൻ കുറച്ച് സമയം എടുക്കും ടീമുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ. ബട്ട് ആ ടൈമിൽ ആരെങ്കിലുമൊക്കെ അവൻ ആരുടെ കീഴിലാണോ, അപ്പം ഡോർഗോ ആയിക്കോട്ടെ ഡലോ ആയിക്കോട്ടെ, ഇവരൊക്കെ നോക്കി പഠിക്കേണ്ടത് ഇവരൊക്കെയാണ് അവനെ നോക്കി പഠിക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളത്. വിച്ച് ഈസ് നോട്ട് ദാറ്റ് സ്റ്റെല്ലാർ കൈൻഡ് ഓഫ് ഫുൾ ബാക്സ്. പക്ഷേ ഡയലോഗൊക്കെ അത്യാവശ്യം കളിയിൽ ചിലപ്പോഴൊക്കെ അവൻ ഇത്രയും കാലം പ്രൊഫഷണലി കളിച്ചാണെന്നൊക്കെ ആലോചിക്കുകയും കുറേ പഠിച്ച് മുന്നേറാൻ പറ്റുന്ന ഒരു പ്ലെയർ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെയാണ് എൻസോ കനാബിയക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലേ ഹാവറെ എന്ന് പറഞ്ഞിട്ട് ഫ്രഞ്ച് ടീമിൽ നിന്ന് ഒരു ഫ്രഞ്ച് പ്ലെയറിന് ഒരു സെൻറ്റർ ഫോർവേഡിനെ നമ്മൾ സൈൻ ചെയ്ത് അപ്പോൾ തന്നെ ലുസൈനാണെന്ന് തോന്നുന്നു ഒരു സ്വിസ് ക്ലബിലോട്ട് നമ്മൾ അപ്പോൾ തന്നെ മറിച്ചടിച്ചിട്ടുണ്ട്.
അതെനിക്ക് തോന്നുന്നു അവന് നമ്മൾ ഫ്രീ ആയിട്ടാണ് മേടിച്ചത്. ഡിയോഗോ ലിയോണിന് നമ്മൾ 3.3 മില്യനാണ് കൊടുത്തത്. അവിടുന്ന് പിന്നീട് ഞാൻ പറയുന്ന 2 പ്ലെയേഴ്സാണ്. ഞാൻ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ ഗട്ട് ഫീലിംഗ് വെച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. വൺ ഈസ് ബെഞ്ചമിൻ സെസ്കോ. ബെഞ്ചമിൻ സെസ്കോ എന്ന് പറയുന്നത് ഒരു മോശം സൈനിങ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ വിൻഡോ കഴിഞ്ഞ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെഞ്ചമിൻ സെസ്കോവിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഒരു ഗ്രൗണ്ട് ഈറ്റിംഗ് ആയിട്ടുള്ളൊരു CM, സെൻട്രൽ മിഡ്ഫീൽഡർ. അതായിരുന്നു ഞാനിവിടെ ലാക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ബെഞ്ചമിൻ സെസ്കോ ട്രാൻസ്ഫറിനെ ഞാൻ അത്ര റേറ്റ് ചെയ്യാത്തത്. യെസ്, ഞാൻ വീഡിയോ ഇട്ടു സെസ്കോ എത്തി മറ്റാണ്, പക്ഷേ സെസ്കോ എത്തി എന്ന് പറയുമ്പോഴും സെസ്കോ ഇവിടെ ഹിറ്റാവുന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അന്ന് എൻജോയ് ചെയ്തതെന്ന് പറയുന്നത്, ഞാനടക്കം എല്ലാ യുണൈറ്റഡ് ഫാൻസും അന്ന് എൻജോയ് ചെയ്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ പോലും ഇല്ലാതെ നമുക്ക് ഇത്രമാത്രം ഡിമാൻഡ് യുണൈറ്റഡ് എന്ന ബ്രാൻഡിനുണ്ടെന്ന്, നമ്മളിപ്പോൾ ഇത്രയും മോശമായിട്ട് കളിച്ചാൽ യുണൈറ്റഡ് എന്ന ബ്രാൻഡ് അവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് സൈനിങ് ആണ് ശരിക്കും ബെഞ്ചമിൻ സെസ്കോ. പക്ഷേ ബെഞ്ചമിൻ സെസ്കോ ഒരു മോശം പ്ലെയർ ആണെന്നോ ഇവിടെ ക്ലിക്ക് ആവില്ലെന്നോ ഒന്നുമല്ല. ചിലപ്പോൾ അവൻ വന്നൊരു 20 ഗോൾ അടിച്ചേക്കാം, 30 ഗോൾ അടിച്ചേക്കാം, പറയാൻ പറ്റില്ല. പക്ഷേ അവനെപ്പോലൊരു എന്താ പറയുക, ഒരു സ്ട്രൈക്കറിന് പകരം നമുക്ക് ഒരു CM ആയിരുന്നു അത്യാവശ്യം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നല്ലൊരു CM കൂടെ വാങ്ങിച്ചിരുന്നെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ട്രാൻസ്ഫർ വിൻഡോ ആയിട്ട് നമ്മൾ ഇതിനെ കണ്ടേനെ. പക്ഷേ ഇത് അങ്ങനെയല്ല ഉണ്ടായത്. ഇവിടെ നമ്മൾ ഒരു ബലേബേനെ കിട്ടിയില്ല. അപ്പം ഇവനിപ്പം അറൗണ്ട് 70 അടുപ്പിച്ച് പൗണ്ട്സ് നമ്മൾ കൊടുത്തു. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ കാശും വെച്ച് നമ്മൾ കയ്യിൽ ഇപ്പോൾ ബലേബയ്ക്ക് 100 മില്യൺ അടുപ്പിച്ച് കൊടുക്കാൻ നിന്നിരുന്നത്. അപ്പം കയ്യിൽ കുറച്ചുകൂടെ കാശ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടെ ടെംപ്റ്റിങ്. ഓവർപേ ഡെഫിനറ്റ്ലി ചെയ്യേണ്ടി വരും ഈ വിൻഡോയിൽ തന്നെ ബലേബനെ കൊണ്ടുവരണമെങ്കിൽ. പക്ഷേ ഈ വിൻഡോയിൽ തന്നെ അവർ ബ്രൈറ്റൺ ബലേബെ വിട്ടു തന്നെ, കാര്യം നമ്മൾ അത്യാവശ്യം കാശ് കൊടുത്തിരുന്നെങ്കിൽ. സോ എനിക്ക് അവിടെ ഒരു എന്താ പറയുക, ഒരു ഡൗട്ട് ഇൻ ദ സെൻസ്, ഇപ്പോഴും ഞാൻ പറയുന്നത് സെസ്കോനെ പറ്റിയല്ല, നമ്മുടെ അപ്രോച്ച്, അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എവിടെയാണ്, നമ്മൾ കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിപ്പം വലിയ ടാക്റ്റിക്കോ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മിഡാണ് നമ്മുടെ പ്രശ്നം. ഇപ്പം സെസ്കോ വന്നിട്ടും നമ്മുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുന്ന ബോൾസൊക്കെ കുറവാണ് സെസ്കോയ്ക്ക്. പക്ഷേ പൊതുവേ നമ്മൾ എന്താ പറയുക, അമോറിമിനെ പറ്റി നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. പക്ഷേ പൊതുവേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിഷൻ ബോക്സിൽ ടച്ചൊക്കെ എടുക്കുന്നതിലും. സോ ട്രാൻസ്ഫർ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. പിന്നെ അടുത്തത് സെൻറ്റ് ലാമൻസ് എന്ന് പറയുന്നത് ഒരു ഗോൾ കീപ്പർ എന്ന് പറയുന്നത് അത്യാവശ്യമായിരുന്നു ഈ വിൻഡോയിൽ. അത് അറ്റ്ലീസ്റ്റ് അവർ ചെയ്തു തന്നു. ഐ എം നോട്ട് അറ്റ് ഓൾ കൺസേൺഡ് അബൌട്ട് ദ പ്രൈസ്. ഓക്കെ, ഇത്രയോ കൊടുക്കട്ടെ. പക്ഷേ സെൻറ്റ് ലാമൻസിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അമോറിമിൻ്റെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞുള്ളൂ. അമോറിം മാൻ സിറ്റിയുടെ കൂടെ ബൈന്ദറിനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദ ക്വസ്റ്റ്യൻ കംസ് ലൈക്ക് 100% ബൈന്ദർ ഒനാന എന്ന് പറയുന്ന പരിപാടി നടക്കില്ലായിരുന്നു. അത് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ കയ്യിൽ തന്നെ ഒരു ബോംബ് വെച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ 2 ഗോൾ കീപ്പേഴ്സിനെ വെച്ച് നടക്കുക. പക്ഷേ അവിടെ പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻറ്റ് ലാമൻസ് എന്ന് പറയുന്നൊരു പയ്യനാണ്. ഓക്കെ, ഇപ്പോൾ ഒനാനേനെ നമ്മൾ എന്തുമാത്രമൊക്കെ പറഞ്ഞാലും, ഒനാന എന്ന് പറയുന്ന ഒരാൾ വന്നത് ഡിഹേ എന്ന് പറയുന്നൊരു ലെജൻഡ് ഓഫ് എ കീപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡിഹേയും മിസ്റ്റേക്സ് വരുത്താറുണ്ടായിരുന്നു ടുവേർഡ്സ് ദ എൻഡ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ഷൂ ഫില്ല് ചെയ്യാൻ വരുമ്പോഴത്തേക്കും, ഓൾറെഡി ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഹേ പോകുമ്പോഴത്തേക്കും ക്രിറ്റിസിസംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഒനാനയ്ക്ക് ഇനീഷ്യൽ പ്രഷർ അതാണ്. പക്ഷേ ഒനാന എന്ന് പറയുന്നത് മുഖവും ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ മെൻറ്റാലിറ്റി ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ഒനാനയുടെ മേലെ എത്ര പ്രഷർ ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക. പ്ലസ് നമ്മളിപ്പം ഈ പയ്യനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ പയ്യൻ ഫസ്റ്റ് 2 കളി, ഇപ്പം ട്രാഫോർഡ് ഫോർ എക്സാമ്പിൾ സിറ്റിയിൽ വന്നിട്ട് മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോൾ തന്നെ എഡേഴ്സിനെ ഒഴിവാക്കി ട്രാഫോർഡിനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആൾക്കാർ തുടങ്ങി ഒരു സൈഡിൽ നിന്ന്. പക്ഷേ അത് യുണൈറ്റഡ് അല്ലല്ലോ അൺഫോർച്ചുനേറ്റ്ലി. സിറ്റി ആയതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ മൃദുവായിട്ട് അവരെയൊക്കെ തഴുകിയൊക്കെ വിടുള്ളൂ, ഇപ്പം ട്രോളായാലും എന്തായാലും. പക്ഷേ എന്താ പറയുക, നമ്മുടെ ഗോൾ കീപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നല്ല രീതിയിൽ മെൻറ്റാലിറ്റി വേണ്ട ഒരു പൊസിഷനാണ് കറൻറ്റ്ലി. ഇപ്പോൾ ഫ്യൂച്ചറിലത്തേക്ക് നിങ്ങൾക്ക് ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാം, വേറെ ഏത് ക്ലബ്ബാണെങ്കിലും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അടപടലം തേഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ക്യാരക്ടേഴ്സിനാണ് ആവശ്യം. ഇൻസ്റ്റെഡ് ഓഫ് യങ് പ്രോഡിജീസിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, ശരിക്കും പറഞ്ഞാൽ യങ് പ്രോഡിജീസിനെ കൊണ്ടുവരുന്നതുകൊണ്ട് അവരോട് നമ്മൾ ദ്രോഹം ചെയ്യുന്നത്. ഇത്രയും പ്രഷറൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ കുറച്ച് ക്യാരക്ടർ വേണം. എസ്പെഷ്യലി നിങ്ങൾ കൊണ്ടുവരുന്ന ഒരാൾ ഇവഞ്ച്വലി നിങ്ങളുടെ ഫസ്റ്റ് ടീം ഗോൾ കീപ്പർ ആവും, അത് 100% ഉറപ്പാണ്. കാര്യം ബൈന്ദർ എത്ര കാലം ഓടും, എന്തായാലും ലാമൻസ് കയറും ഒരു സമയമാകുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് എഫക്റ്റീവ്ലി 11 പേരെ ഫീൽഡ് ചെയ്യുമ്പോൾ 11 പേരിൽ ഒരാളാവും ഉറപ്പുള്ള ഒരാളെ തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ എനിക്ക് പേഴ്സണലി പ്രിഫറബിളി എൻ്റെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമി മാർട്ടിനസിനായിരുന്നു. കാര്യം ബിക്കോസ് ഓഫ് ദ ക്യാരക്ടർ. ഇപ്പം എമി മാർട്ടിനസിൻ്റെ സ്റ്റാറ്റ്സ് നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാൽ ഒനാനേക്കാളും വേഴ്സായിരുന്നു കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൽ. കുറേ ഷോട്ട്സൊക്കെ വിടുന്നൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ ലാസ്റ്റ് കളിയിൽ തന്നെ മണ്ടത്തര കാണിച്ചാണ് റെഡ് കാണിച്ചു പോയത്. പക്ഷേ അത് എൻ്റെ അടുത്ത ക്യാരക്ടറുണ്ട്. പ്ലസ് ഈ ഒനാനെ പോലെ പൂച്ച ചാടും പോലെയോ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. ഒനാനെ പോലെ റിഫ്ലക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എമി മാർട്ടിനസിന് ഇതുണ്ട്. പ്ലസ് പെനാൽറ്റീസൊക്കെ വരുവാണെങ്കിൽ, പെനാൽറ്റീസ് ഇപ്പം നമ്മൾ ലീഗ് മാത്രമേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സിനാണ് ടീമിനെ കുറച്ചുകൂടെ ആവശ്യം. അപ്പോൾ എനിക്ക് സെൻറ്റ് ലാമൻസ് വന്നതുകൊണ്ട് സെൻറ്റ് ലാമൻസിനോട് എനിക്ക് ഒരു വിരോധമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഐ ആം കൺസേൺഡ് അബൌട്ട് ദാറ്റ് യങ്സ്റ്റർ. നമ്മൾ എത്രത്തോളം പ്രഷർ അവൻ്റെ മേലിടുന്നു, അവൻ എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ളതിലായിരുന്നു എൻ്റെ. പേഴ്സണലി ഇത് നടക്കില്ലായിരുന്നെങ്കിലും സെൻറ്റ് ലാമൻസിനെയും മാർട്ടിനസിനെയും കൊണ്ടുവന്ന് ഈ ബാക്കി 2 ഒഴിവാക്കായിരുന്നു, കുറച്ചുകൂടെ നേരത്തെ മൂവ് ചെയ്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുന്നു.
സോ അതാണ് ട്രാൻസ്ഫർ ഇന്നിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അടുത്ത നമുക്ക് ട്രാൻസ്ഫേഴ്സ് ഔട്ടിനെ പറ്റി സംസാരിക്കാം. ദിസ് ഈസ് മൈ ക്ലബ്, ദിസ് ഈസ് വെയർ ഐ ബിലോങ് എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ട് 2 കൊല്ലം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് ഡോട്ട്മുണ്ടിൽ നിന്ന് മേടിച്ച ഒരുത്തനുണ്ട്. അവൻ എന്ന് പറയുന്നവൻ അവൻ്റെ വേജ് ഡിമാൻഡ് കാരണം, അവൻ്റെ വേജ് കാരണം ചെൽസി തന്നെ ഇങ്ങോട്ട് കാശ് തന്ന് നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞ് തന്നു തിരിച്ച്. എന്നിട്ട് ആരും ഈ മാൻഡ്രിക്കിനെ കൊടുക്കാനും പറ്റുന്നില്ല. ഇവനാണെങ്കിൽ ഒട്ട് വേജ് കുറയ്ക്കാനും നോക്കുന്നില്ല. ഇപ്പം ചില റിപ്പോർട്ട്സൊക്കെ ഉണ്ട്, റാഷ്ഫോർഡൊക്കെ ചെറുതായിട്ട് വേജ് കട്ടൊക്കെ എടുത്തു, ആൻ്റണിയൊക്കെ. ഈ പുള്ളിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എന്നെ ഇത്രമാത്രം വെറുപ്പിച്ചൊരു മനുഷ്യൻ വേറെ ഇല്ല. അതായത് ഈ അടുത്തൊന്നും ഇത്രയും ഒരു വെറുപ്പിച്ചൊരു കളിക്കാരനില്ല. ഇപ്പം ഗർണാച്ചോയുടെ പേരൊക്കെ പറഞ്ഞാൽ ഗർണാച്ചോ ഒരു ചെറുക്കനാണ്, അവൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങിൻ്റെ പ്രശ്നങ്ങളാണ് അതൊക്കെ. ഓക്കെ, ഇവൻ എന്ന് പറയുന്നത് ഇങ്ങനൊന്നും അല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തിരുന്ന ഒരു ഫുട്ബോളറാണ്. ആസ്റ്റൺ വില്ലയിലോട്ട് ലോണിലാണ് പോയത്. എങ്ങനെ ആയിക്കോട്ടെ, ടീമിൽ നിന്ന് അങ്ങ് ഒഴിവായാലോ എന്നോർത്ത് സന്തോഷിക്കാം. അവിടുന്ന് പിന്നീട് ഞാൻ പറയുന്നത് ആൻ്റണി ടു ബെറ്റിസ് 19 million pounds, അത് ചിലപ്പം ആഡ് ഓൺസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. ബട്ട് അത് ഒരിക്കലും ആൻ്റണിക്ക് നമ്മൾ വില കൊടുത്ത് കിട്ടില്ല. ഒരിക്കലും ആൻ്റണി അത്രയും മില്യൻ്റെ ഒരു പ്ലെയർ അല്ല. അത് നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. അതാണ് ലാഭം നഷ്ടം കച്ചവടം നോക്കിയിട്ട് കാര്യമില്ല. ആൻ്റണിയെ നമ്മൾ ഒഴിവാക്കി. അടുത്തത് അലഹാൻഡ്രോ ഗർണാച്ചോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു 2028 വരെ കണ്ട കോൺട്രാക്ട് ഉണ്ടായിരുന്നവന്. ഇപ്പോൾ കുറച്ചുകൂടെ ഡിമാൻഡ് ചെയ്യായിരുന്നു. പക്ഷേ ഇവനും ചെൽസി എന്ന് പറഞ്ഞിരുന്നുകൊണ്ടിരുന്നു. ടുവേർഡ്സ് ദ എൻഡായി ചെൽസി നല്ലപോലെ പിടിച്ചൊക്കെ തന്നെ ആണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 50 million സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, ഇൻഫ്ലേറ്റഡ് മാർക്കറ്റിൽ അവന് ഒരു 60 million മേടിക്കാം. ബട്ട് അവൻ പോയി. അവന് ചെൽസിയിൽ കളിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അവൻ പോയി. വിച്ച് ഈസ് ഗുഡ് ഇൻ ദ സെൻസ് ദാറ്റ് അവന് ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ മാനേജറിനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ കുറച്ച് നല്ല സീനിയേഴ്സിനെയൊക്കെ കിട്ടി ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ നല്ലൊരു പ്ലെയർ ആവും. അവനെ ആദ്യമേ റൊണാൾഡോ ആക്കാൻ പോയതാണ് നമ്മളൊക്കെ ചെയ്ത തെറ്റ്. അപ്പം പക്ഷേ അവൻ നന്നായി വരട്ടെ. അവനോട് എനിക്ക് അത്ര വലിയ സാൻജോയുടെ പോലത്തെ ഒരു വിരോധമോ ദേഷ്യമൊന്നുമില്ല. പിന്നെ കുറേ ഫ്രീ ട്രാൻസ്ഫർ ലിസ്റ്റ് ഉണ്ട്. ഇപ്പം ലോണിൽ പോയത് മാർക്കസ് റാഷ്ഫോർഡ് ലോണിൽ പോയി. ആന്ദ്രെ ഒനാന ട്രാബ്സോൺ സ്പോറിലോട്ട് ലോണിൽ പോയിട്ടുണ്ട്. അവിടെ ഒനാന ദൈവമായിട്ടൊക്കെയാണ് അവരെല്ലാം വരവേറ്റത്. തമ്പുരാനറിയാം. അതുപോലെ തന്നെ ക്രിസ്റ്റ്യൻ എറിക്സൺ, ജോണി ഇവാൻസ്, വിക്ടർ ലിൻഡലോഫ് എല്ലാം ഫ്രീ ഏജൻസ് ആയിട്ട് പോയിട്ടുണ്ട്. ക്രിസ്റ്റ്യൻ എറിക്സൺ എനിക്കൊന്ന് വൂൾസ്ബർഗ് ജോയിൻ ചെയ്തു. ബാക്കി ഞാൻ ഫോളോ ചെയ്തില്ല. ഈ എൻസോ കനാബിയക്കിനെ നമ്മൾ മേടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൊസൈനിലെല്ലാം കണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു പയ്യന്മാരെയൊക്കെ നമ്മൾ ലോണിലോട്ട് തട്ടിയിട്ടുണ്ട് കുറച്ച് പേരെ. അതിൽ എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോബി കോളിയറിനെ നമ്മൾ ലോണിൽ വിട്ടിട്ടുണ്ട്. എങ്ങോട്ടെന്ന് ഓർമ്മയില്ല, വീഗാനാണോ വെസ്റ്റ് ബ്രോമാണോ എന്നറിയില്ല. പക്ഷേ ടോബി കോളിയർ ആക്ച്വലി ഫസ്റ്റ് ടീം മിനിറ്റ്സ് ഒക്കെ കിട്ടി വരുന്ന സമയവും നമ്മുടെ മിഡ് എന്ന് പറയുന്നത് കുറച്ച് സ്ലിമ്മാണ് ഓപ്ഷൻസ്. ഇപ്പം ബ്രൂണോനെ ഒരു മിഡായിട്ട് കൂട്ടില്ല. അമോറിയം എപ്പോഴും CM ആയിട്ട് കൂട്ടുള്ളൂ. പക്ഷേ ബ്രൂണോനെ ഒരു CM അല്ലാതെ ബ്രൂണോയും മൗണ്ട് ഒരു ക്യാം മാത്രമായിട്ട് കൂട്ടിയാൽ പിവറ്റി കളിക്കാൻ കഴിവുള്ള പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസമീറോ, ഉഗാർത്തെ, മെയിനു എന്ന് എൻ്റെ ഇപ്പോൾ മനസ്സിൽ വരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ മിഡ്ഫീൽഡ് ഓപ്ഷൻസ് ഭയങ്കര സ്ലിമ്മാണ്. അപ്പം ടോബി കോളിയറിനെയൊക്കെ ലോണ് വിട്ടിട്ടുണ്ട്. എനിക്കെന്താ സംഭവം എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. ബട്ട് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നെറ്റ് സ്പെൻഡിങ്ങും മറ്റൊന്നും നോക്കണ്ട. നമ്മൾ സ്പെൻഡ് ചെയ്തത് നെഗോസിയേഷൻസ്, ഇപ്പം ഗ്ലേസേഴ്സിൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലേസേഴ്സ് അല്ല, ഇനിയോസിൻ്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നെഗോസിയേഷൻസ് ഒക്കെ നൈസായിട്ട് നടന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രൻഫോർഡിനൊക്കെ ഇനിയും ചോദിക്കായിരുന്നു വേണമെന്ന് വെച്ചാൽ. കാര്യം മത്യാസ് പിന്നെ 15 ഗോൾ അടിച്ചിട്ട് 62 കൊടുത്തെങ്കിൽ ഇവന് 65-നും 68-നും ഒക്കെ കിട്ടുന്നത് ഒരു നല്ല നെഗോസിയേഷൻ സ്കില്ലാന്ന് എൻ്റെ ഒരു അഭിപ്രായം. നെഗോസിയേഷൻ വൈസ് ഇനിയോസ് മോശമല്ല. അതായത് നമ്മൾ ആരെയും മറ്റേ ഓവർ സ്പെൻഡൊന്നും ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സെസ്കോ എന്ന് പറയുന്ന ഒരു പ്ലെയറിന് ഓൾറെഡി സ്ട്രൈക്കർ യങ് പ്രോഡിജീസിനൊക്കെ നല്ല കാശാണ്. അപ്പോൾ നമ്മൾ അതിനെ കൃത്യമായി ന്യൂക്കാസിലൊക്കെ കൂടുതൽ വേജസ് പറഞ്ഞെങ്കിലും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രോജക്റ്റൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവരാനുള്ളവരെ ഇപ്പോൾ ബലേബ ആയിക്കോട്ടെ നമ്മൾ നമ്മളിലോട്ട് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷേ അത് ഒബ്വിയസ്ലി ബ്രൈറ്റൺ തറപ്പിച്ച് നോസെല്ല് പറഞ്ഞ് നമ്മുടെ കയ്യിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാനും കാശില്ലായിരുന്നു. സോ ദാറ്റ് ഈസ് ദാറ്റ്. പിന്നെ ബ്രൂണോനെ 100 million കൊടുക്കാത്തത് എന്ന് പറയുന്നത് ഇപ്പം നോക്കുമ്പോൾ മണ്ടത്തരമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയില്ല. ബിക്കോസ് ബ്രൂണോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ പറയുമ്പോൾ ചിലർ ചിരിക്കും. പക്ഷേ റൂബൻ അമോറിം, ഓക്കെ, സേ ദാറ്റ് റൂബൻ അമോറിം ഈസ് സ്റ്റേയിങ്. റൂബൻ അമോറിമിന് ടീംമേറ്റ്സുമായിട്ട് ടീമൊന്നും എന്താ പറയുക, ഇതിപ്പോൾ ഓൺ ഫീൽഡ് മാത്രമല്ല, ബ്രൂണോനെ കൊണ്ട് റൂബൻ അമോറിമിന് ഓഫ് ഫീൽഡിൽ ആവശ്യങ്ങളുണ്ട്. ഒരു ക്യാപ്റ്റനാണ്. അപ്പം പുള്ളി ടീമിനെ എല്ലാം എന്താ പറയുക, ഒന്ന് ഒത്തുചേർക്കാനും പുതിയ പ്ലേയേഴ്സിനൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു മനുഷ്യനാണ് ബ്രൂണോ. ആൻഡ് പീപ്പിൾ ലവ് ഹിം ഇൻസൈഡ് ദ ഡ്രസ്സിംഗ് റൂം ഓൾസോ. ഒരു മാനേജേഴ്സുമായിട്ട് ഫോളോ ഔട്ട്സ് ഉണ്ടായിട്ടില്ല, പ്ലേയേഴ്സായിട്ട് ഫോളോ ഔട്ട്സ് ഉണ്ടായിട്ടില്ല. പുള്ളിയുടെ ഉടനീളം കരിയറിൽ അത്യാവശ്യം നല്ല ഗുഡ് ലിസ്റ്റിലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിന് ചിലപ്പം മാനേജറിന് ആവശ്യം ഉണ്ടായിരിക്കാം, അതുകൊണ്ട് അവിടെ നിർത്തിയത്. പക്ഷേ എനിക്കറിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോ വിൽ ബി ഓൾവേസ് ജഡ്ജ്. ബ്രൂണോയുടെ ഓരോ മിസ് പാസസ് പോലും ഈ 100 million വെയിറ്റിലായിരിക്കും ഇനി താങ്ങുന്നത്. അത് കാണുമ്പോൾ വിഷമമുണ്ട്. ബിക്കോസ് അയാൾ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു, നിന്നിപ്പം റാഷ്ഫോർഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തിനാണ് അറിയുന്നത്. അത് ഓൾറെഡി ഹാപ്പൻ ചെയ്ത കാര്യമാണ്. അതുപോലെ തന്നെ ബ്രൂണോ സ്റ്റേ ചെയ്യുന്നു എന്നുള്ളത് ഹാപ്പൻ ചെയ്തതാണ്. അപ്പോൾ ഈ 100 million വെയിറ്റും വെച്ച് ബ്രൂണോ ഇനിയും ഈ സീസൺ മൊത്തം കളിക്കേണ്ടി വരും എൻ്റെ അഭിപ്രായത്തിൽ. എവറി മിസ്റ്റേക്ക് വിൽ ബി കൗണ്ടഡ്. ബ്രൂണോയുടെ മേലായിരിക്കും ഫുൾ പ്രഷറും.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡിൻ്റെ ഇതൊരു സൈക്കോളജിക്കൽ തിങ് ആണ്. യുണൈറ്റഡിൻ്റെ ഫാൻസിന് എപ്പോഴും പുതിയ പുതിയ ഫേസസ് കണ്ടുകൊണ്ടിരിക്കുക. അതായത് ഇപ്പം ലൂക്ക് ഷോ, മഗ്വയർ, ഡാലോ, ബ്രൂണോ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇതിലിപ്പം മെയിൻ ടീമിൽ എപ്പോഴും സാന്നിധ്യം കാണിക്കുന്ന ബ്രൂണോ ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും തേഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ കളിയും. അപ്പോൾ നമുക്കിപ്പോൾ ആക്ച്വലി പുതിയ ഫേസസ് വരുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ കളി നോക്കുമ്പോഴത്തേക്ക് ഇനി ബ്രൂണോനെ പറഞ്ഞു വിടാൻ പറയും, ഡലോയിനെ പറഞ്ഞു വിടാൻ പറയും. കാര്യം ഇനി ബ്രൂണോയ്ക്ക് വേറെ ഏതെങ്കിലും പുതിയൊരു ഫേസ് വന്നാലും കുഴപ്പമില്ല, അത് മീഡിയ അടിച്ചിറക്കുള്ളൂ. ഇപ്പോൾ ഒരു സേദാറ്റ് ഇപ്പം വൂൾസ്ബർഗിൽ ഒരു കിടിലം മിഡ്ഫീൽഡർ ഉണ്ട്. അപ്പം ഇവർ റിപ്പോർട്ട് ചെയ്യും വൂൾസ്ബർഗിൽ കിടിലം മിഡ്ഫീൽഡർ ഉണ്ട് മറിച്ചാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ കളി പോലും കണ്ടിട്ടില്ലെങ്കിലും ഈ മീഡിയ ഫീഡ് ചെയ്ത് തരുന്ന വെച്ചിട്ട് നമ്മൾ അതവൻ കിടിലമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു മോചനം മതി. ഈ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊരു മോചനം മാത്രം മതി. ഇപ്പം ബ്രൂണോയ്ക്ക് പകരം വേറൊരു ആൾ വരട്ടെ എന്നുള്ള രീതിയിൽ ഇപ്പം അങ്ങനത്തെ ഒരു ഇതിലോട്ടായിരിക്കും ബ്രൂണോ ഇനി വൈകാതെ പോകാൻ പോകുന്നത്. എല്ലാം ബാക്കി ഇനിയിപ്പോൾ പുതിയ ഒനാനൊക്കെ പോയി കഴിഞ്ഞു. ഇപ്പോൾ പുതുതായിട്ടുള്ള ഇപ്പോൾ സെൻറ്റ് ലാമൻസിൻ്റെ കളിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ സെൻറ്റ് ലാമൻസ് ഒരു കിടിലം ആളാണ്, കിടിലം പ്ലെയർ ആണെന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് മീഡിയ ഫീഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അയാളെ വിശ്വസിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒനാന പോയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. അപ്പം പറഞ്ഞു വന്നത് ഇനിയോസിൻ്റെ നെഗോസിയേഷൻസ് വെർ ഗുഡ്. നമ്മൾ കുറേ ഡെഡ് വുഡ്സിനെ ഒഴിവാക്കി ഇനി നമ്മൾ പ്രോപ്പർലി ടീം ബിൽഡ് ചെയ്യുന്നതായിരിക്കും. ഈവൻ ദ ജനുവരി വിൻഡോ വാസ് ഗുഡ് വിത്ത് ചിഡോ ആൻഡ് ഈഡൻ ഹെവൻ കമ്മിങ് ഇൻ. ജനുവരി വിൻഡോ വാസ് ഗുഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കൊരു അറ്റാക്കറിനെ വേണമായിരുന്നു. ബിക്കോസ് ലോഡ് ഓഫ് അറ്റാക്കേഴ്സ് വെൻ ഫോർ ലോൺ. ഒരു അറ്റാക്കറിൻ്റെ കുറവുണ്ടായിരുന്നു. മേ ബി നമ്മൾ യൂറോപ്പ് അടിച്ചാണ്. പക്ഷേ അല്ലാതെ പാട്രിക് ഡോർഗു, ഈഡൻ ഹെവൻ, ചിഡോബി ഉള്ള എല്ലാവരും നല്ല ബൈസ് ആയിരുന്നു അക്കോർഡിംഗ് ടു മീ. സോ അതൊക്കെയാണ് ഈ പറയാനുള്ളത്. നിങ്ങളുടെ തോട്ട്സ് എന്താണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ